വിജയദശമി ദിനത്തിൽ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് വിദ്യാരംഭം കുറിച്ചത്. തിരൂർ തുഞ്ചൻപറമ്പിൽ MD വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ വിദ്യാരംഭ ചടങ്ങായിരുന്നു ഇത്തവണത്തേത്. പാരമ്പര്യ എഴുത്താശാന്മാരും സാഹിത്യമേഖലയിലെ പ്രമുഖരും കുരുന്നുകളെ എഴുത്തിനിരുത്തി. ലോകത്തിലെ തന്നെ ഒരു അത്ഭുതകരമായ അക്ഷരകേന്ദ്രമാണ്. അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയില്ല. ഞാൻ എഴുത്തുകാരി ആയ മുതൽ ഞാൻ അരിയിൽ എഴുതാൻ കുട്ടിയൊക്കെ ഹരിശ്രീ എഴുതാൻ വരുന്നുണ്ട്. പക്ഷെ അതൊരു ജീവിതത്തിൻ്റെ സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്. MT ഇവിടെ ഇല്ല എന്നുള്ള MTൻ്റെ അഭാവമാണ് നമ്മുടെ ഹൃദയത്തിനെ ഭാരവത്താക്കുന്നത്. പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് 100 കണക്കിന് ആളുകളെത്തി. കൊച്ചി ലുലു മാളുമായി ചേർന്ന് 24 ഒരുക്കിയ വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാരംഭ ചടങ്ങുകൾ. ഡൽഹിയിൽ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലയാളികൾക്കൊപ്പം ഉത്തരേന്ത്യൻ കുരുന്നുകളും വിദ്യാരംഭത്തിനെത്തിയത് കൗതുക കാഴ്ചയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.